ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ റിയൽ ടേസ്റ്റ്. അപ്പം ഞാനിന്നിവിടെ 2 ടൈപ്പ് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി, പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടി. ഉരുളക്കിഴങ്ങ് നമുക്ക് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിൽ കഴിക്കാം, ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറി ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടിയില്ലെങ്കിൽ കടുക് അടിക്കും, അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കടുക് നന്നായിട്ട് പൊട്ടട്ടെ, ക്ഷമ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ തന്നെ ഫസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ശരിക്കും അങ്ങോട്ട് ഇറങ്ങുള്ളൂ എണ്ണയിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുത്തത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വച്ചിട്ടുള്ള സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം. ചെറുതായിട്ട് അരിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കൂടും, പിന്നെ വലുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ അങ്ങനെ കിടക്കും. ഇങ്ങനെയാകുമ്പോൾ സവോള വഴണ്ട അങ്ങോട്ട് പൊക്കോളും. ശരിക്കും വേണ്ടില്ല, ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ പച്ചമുളക് 2 ഞാൻ ഇട്ടോളൂ. എരിവ് നല്ലോണമുള്ള പച്ചമുളകാണ്. പിന്നെ ഞാൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും, അല്ലെങ്കിൽ പിന്നെ താമസം എടുക്കും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത സവോളയും തക്കാളിയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി, വളരെ കുറച്ചിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഒരു 2 ചെറിയ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇടാം, കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കരിയും. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചത് ചെറുതായിട്ട് പൊടിയൊക്കെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കട്ടയായിട്ടിരിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറി പെട്ടെന്ന് റെഡിയാവും. ഞാൻ വേവിച്ചില്ല, വേവിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് പണി കഴിയും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച്. അപ്പം ഞാൻ ചെറുതായിട്ട് നോക്കിയപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവാൻ്റെ വെള്ളം പറ്റിയിരുന്നു. ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചു. വേവ് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നുകൂടി വേവാനുണ്ട്. ഫോൺ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണോ ഞാൻ ചെയ്യണത്, അതാണ് ഇങ്ങനെ. ഇനി നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടി മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പണി സൂപ്പറായിരിക്കും. ശരിയായിട്ടുണ്ട് ഇപ്പം.
വെള്ളമൊന്നും പറ്റട്ടെ. ഇപ്പം ശരിക്കും വെന്തുണ്ടാവണം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ. ഉപ്പ് നോക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പിൻ്റെ നഞ്ചായിട്ട് പിന്നെ നമുക്ക് വായിൽ വയ്ക്കാൻ തോന്നില്ല. ഇപ്പം ഏകദേശം ഉപ്പിൻ്റെ പരിപാടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പെരിഞ്ജീരകമാണ് ഈ കറിയുടെ വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഐറ്റം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവറൊന്ന് കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് വേണ്ട കേട്ടോ. അവിടെ സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം, കരിയാണ്ടിരിക്കാൻ. പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പ്, ഇത്ര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് 2 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അത് നമ്മൾ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ളൊരു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ.